അടുത്ത വർഷം മുതൽ സ്കൂളിൽ പാഠപുസ്തകങ്ങളുടെ ഭാരം 25% വെട്ടിക്കുറയ്ക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രസ്താവിച്ചു. പുതിയ സ്കൂൾ കെട്ടിടങ്ങളിൽ ലിഫ്റ്റ് സ്ഥാപിക്കാനുള്ള നടപടികളും എടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന കായികമേളയിലെ നിർധനരായ കുട്ടിക്കുള്ള വീടിന്റെ തറക്കല്ലിടൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സ്കൂൾ കായിക മത്സരത്തോടനുബന്ധിച്ചാണ് ഈ കായിക താരങ്ങളെ കണ്ടെത്തുന്നത്. പക്ഷെ ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായ ശേഷം ഞാൻ ആലോചിച്ചപ്പോൾ ഈ കായിക മത്സരങ്ങളെല്ലാം പല സ്ഥലങ്ങളിലും കൊണ്ടാണ് വെച്ച് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഇവർക്കൊരു പ്രോത്സാഹനം കിട്ടുന്നില്ല. അതുകൊണ്ട് ഒളിമ്പിക്സ് മാതൃകയിൽ ഒരു കേന്ദ്രത്തിൽ വെച്ച് ഈ മത്സരമെല്ലാം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ സ്കൂൾ ഒളിമ്പിക്സ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. വലിയ പ്രചരണമാണ് അതിന് ലഭിച്ചത്. നിരവധി കായിക താരങ്ങൾക്ക് നല്ല അവസരങ്ങളും ലഭിച്ചു. രണ്ടാമതാണ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയത്. തിരുവനന്തപുരത്ത് വെച്ച് ഈ മത്സരങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവരുടെ മത്സരങ്ങൾ കാണുന്നതിന് വേണ്ടി എല്ലാ വേദികളിലും പോകുന്നതോടൊപ്പം തന്നെ ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിലും ചെന്നു. 2-3 കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വളരെ ദാരിദ്ര്യരാണ്, പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, അച്ഛനും അമ്മയൊക്കെ എല്ലാം തൊഴിലുറപ്പ് പദ്ധതിക്കും ഒക്കെ തന്നെ ജോലിക്ക് പോകുന്നവരാണ്. പക്ഷേ ഈ കുട്ടികൾ സ്വർണം നേടുന്നവരാണ്. അവരുടെ കിട്ടുന്ന സ്വർണം കൊണ്ട് വയ്ക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലമില്ല, അടുക്കളയെ കൊണ്ട് കെട്ടിത്തൂക്കിയിടുകയാണ്. ആ സ്വർണത്തിൽ അടുക്കളയുടെ പുക മുഴുവൻ പറ്റിപ്പിടിക്കുകയാണ്. ഇത് വളരെ ദയനീയമായ ഒരു സ്ഥിതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് ഞാൻ പറഞ്ഞു, സ്വർണം നേടുന്ന സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് അന്ന് ഞാനൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതിന് ഫലമായി 22 അപേക്ഷ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇവിടെ നമ്മളിന്നിപ്പോൾ തറക്കല്ല് ഇട്ടത്. കഴിഞ്ഞ സ്കൂൾ കായികമേളയിൽ വെച്ചാണ് തേങ്കുറിശ്ശിയിലെ നിവേദ്യയ്ക്ക് വീട് നിർമ്മിക്കാൻ സഹായിക്കണമെന്ന് മന്ത്രിയോട് അഭ്യർത്ഥിച്ചത്. തുടർന്നാണ് KSTA ദൗത്യവുമായി മുന്നിട്ടിറങ്ങിയത്. ലക്നൌവിൽ നടന്ന ദേശീയ കായികമേളയിലും നിവേദ്യ സ്വർണം നേടിയിരുന്നു. ചടങ്ങിൽ KSTA സംസ്ഥാന പ്രസിഡന്റ് D. നിതേഷ് അധ്യക്ഷത വഹിച്ചു. K. രാധാകൃഷ്ണൻ MP, MLA-മാരായ KD പ്രസേനൻ, K. ബാബു, K. ശാന്തകുമാരി, EN സുരേഷ് ബാബു, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, ഡോക്ടർ RK ജയപ്രകാശ്, MK നൌഷാദ്, KSTA ജില്ലാ സെക്രട്ടറി K. അജില തുടങ്ങിയവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.